വെൽക്കം എവരി വൺ. ഇന്ന് നമ്മുടെ 8ാം ക്ലാസ്സിലുള്ള പുതിയ സിലബസിലുള്ള ചാപ്റ്റർ 1ന്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഏറ്റവും ആദ്യം ചാപ്റ്റർ നെയിം സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ നെയിം. വർഗങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം വേർഡ്. മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിനെ പറ്റി പറയാനുള്ളത് സ്ക്വയർ നമ്പർ, ഇപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ കാണാനുള്ള മെത്തേഡുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ നമ്മൾ കുറേ ഇക്വേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും a+b ഹോൾ സ്ക്വയർ, അങ്ങനെയുള്ള ഇക്വേഷനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോയാലും കുഴപ്പമില്ല. ഈ ഒരു ചാപ്റ്ററിൻ്റെ മെത്തേഡ് നിങ്ങൾ കറക്റ്റ് ഫെമിലിയറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഇതിലുള്ള മെത്തേഡുകളാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോർമുല മറന്നാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ ഇതിൽ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കണേ? ഏറ്റവും ആദ്യം നമ്മൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വയർ കാണാനുള്ള എളുപ്പ വഴി, ഇപ്പം ലാസ്റ്റ് 1 വരെ 11 സ്ക്വയർ 21 സ്ക്വയർ 31 സ്ക്വയർ അങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത, ഇനി 12 അതേപോലെ 22, ഇനിയിപ്പോൾ ലാസ്റ്റ് 5 ഉള്ളത് എങ്ങനെയാണ് പ്രത്യേകത, ഇനി അതേപോലെ തന്നെ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ 1/2ൻ്റെ സ്ക്വയർ എന്താണ്, അതേപോലെ 3/4 അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ ഒക്കെ കാണാനുള്ള മെത്തേഡുകളാണ് നമ്മളിതിൽ മെയിൻലി പഠിക്കാൻ പോണത്. സോ നമുക്ക് ഏറ്റവും ആദ്യം ഇതിലുള്ള ടോപ്പിക്സിലേക്ക് കടക്കാം. സോ നമ്മുടെ ചാപ്റ്റർ നെയിം സ്ക്വയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ആണ് മെയിൻലി പറയുന്നത്. അത് കഴിഞ്ഞ് എന്താ പറയുക, ഫ്രാക്ഷനും കൂടി ജസ്റ്റ് ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ പറയും. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കിയേ, പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ആദ്യം പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 1 നമുക്കറിയാം 1 ആണ് വരിക, 2 × 2 അത് നമുക്കറിയാം 4 ആണ് വരിക. ഇപ്പം നിങ്ങൾ നോക്കി ഇതിൻ്റെ സിമെട്രി നോക്കി, ഇത് നമ്മുടെ സ്ക്വയർ ഷേപ്പ് പോലെയാണ് വരുന്നത് അല്ലേ. സ്ക്വയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഒരേ വീതിയും നീളവും ഉള്ള ആ ഒരു ഷേപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആണത്, അത് 4 ആണ്. ഇനി അതേപോലെ തന്നെ 3 × 3 ആണെങ്കിൽ അതെന്താ വരിക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് വരിക. അതേപോലെ 4 × 4 അതാണ് 4ൻ്റെ സ്ക്വയർ, എന്താണ് വരിക, അത് 16 ആണ് വരിക. ഇങ്ങനെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ നീളവും അതേപോലെ ഒരേ ഹൈറ്റ് ഒരേ വീതി അതേപോലെയുള്ള രീതിയിൽ നമ്മൾ എത്ര എണ്ണം വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ അപ്പോൾ 4 ഡോട്ടല്ല 5 6 7 ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡോട്ടിൻ്റെ എണ്ണം ഉണ്ടല്ലോ, അതാണ് സ്ക്വയർ നമ്പർ. ഇപ്പം നിങ്ങൾ ഇവിടെ എന്താ പറയുക, ഒരു 5 എണ്ണം ഇടുകയാണ്. 5 എണ്ണം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഒരു ഡോട്ട് കൂടി ഇടുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡോട്ട് കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, 4 എണ്ണല്ലേ ഉള്ളത്, അത് 5 ആക്കുകയാണ്. നോക്കിയേ, 1 2 3 4 5 ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇപ്പം എത്ര ഡോട്ട് ഉണ്ടാവും അറിയോ? ഈ ഡോട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാതെ തന്നെ പറയാൻ പറ്റും. എന്താണെന്നറിയോ, ഇറ്റ് വിൽ ബി 5 × 5. അതെങ്ങനെ 5 × 5 ആവുന്നത്? ഈ ഒരു ഹൈറ്റ് 5 ആണ്, ഈ ഒരു ഡയറക്ഷനിലും 5 ആണ്. സോ 5 × 5 മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇത് 25 വരിക. നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യണമെങ്കിൽ 1 2 3 4 5 5 2 7 2 9 എന്ന് പറഞ്ഞാൽ 16 9 നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി, എന്തായാലും ഇവിടെ 25 മാത്രമേ വരുള്ളൂ. സോ ദാറ്റ്സ് വാട്ട് സ്ക്വയർ നമ്പർ ഈ. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ വീതിയും ഒരേ നീളവുമുള്ള ഒരു ഷേപ്പിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനാണ് ഒരേ നമ്പർ എന്ന് പറയുന്നത്? ഒരേ വീതിയും ഒരേ നീളം എന്ന് പറഞ്ഞാൽ ഒരേ നമ്പർ തന്നെയല്ലേ വരുള്ളൂ. സോ അതാണ് ഇവിടെ മെയിൻലി പറയാനുള്ളത്. ഇനി സ്ക്വയർ നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്താ, അല്ലെങ്കിൽ എന്താ പറയുക, വാട്ട് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? ഇപ്പം ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലൈക്ക് 1 2 3 4 5 6 അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. മലയാളത്തിലാണെങ്കിലോ 1 2 3 4 5 എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ വർഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സോ 1 2 3 4 5 6 7 ഇങ്ങനെ നമുക്ക് ഒരുപാട് നമ്പർ ഉണ്ട്. അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, പൂർണ്ണവർഗങ്ങൾ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഇനി പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 11ൻ്റെ സ്ക്വയർ കാണണം. 11 നമുക്ക് 1 മുതൽ എന്താ പറയുക 10 വരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മുതൽ 5 വരെ ഇവിടെ ഉണ്ടല്ലോ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ നമ്മൾ പറഞ്ഞു 25 ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 സ്ക്വയർ 1 ആണെന്ന് ഇവിടെ ഉണ്ട്,
2 സ്ക്വയർ 2 ഇൻറ്റു 2 4 ആണെന്ന് ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെ 3 സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 4 സ്ക്വയർ നമ്മൾ പറഞ്ഞു 16 ആണ്. അതേപോലെ 5 സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്? 25 ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു 6, ഇത് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല, 10 വരെ. സോ 36. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 8 ഇൻറ്റു 8 ആണ്. 9ന്റെ സ്ക്വയർ 81. ലാസ്റ്റ് 10ന്റെ സ്ക്വയർ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റും, ലാസ്റ്റ് 0 അല്ലേ? 0. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 1 ഇൻറ്റു 1 വരും. 0 ഉള്ള ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 ആണ് വരിക. 0 ഉള്ള ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 ആണ് വരിക. സോ 10ന്റെ സ്ക്വയർ പറയുന്ന പോലെ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 20യുടെ സ്ക്വയർ വേണം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 0 ഉള്ള ടേമിനെ നിങ്ങൾ വേറൊരു 0 ഉള്ള ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 ആണ് വരിക. സത്യത്തിൽ നമ്മളിവിടെ എന്താ ചെയ്യണേ? 20 ഇൻറ്റു 20 ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ശരിക്കും 2 ഇൻറ്റു 2 മാത്രം ചെയ്താൽ മതി. എന്താ വരിക? 4 വരിക. പിന്നെ നമ്മൾ പറഞ്ഞു 0 ഉള്ള ടേം നിങ്ങൾ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 വരും. കണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ, 20 സ്ക്വയർ. ഇനിയിപ്പോൾ 30 സ്ക്വയർ ആണെങ്കിലോ 900. 40 സ്ക്വയർ 1600, 1600. ആ രീതിയിലാണ് വരിക. ഇനി ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിലിപ്പോ ഈ 10 സ്ക്വയർ ഒക്കെ നമ്മൾ പറഞ്ഞു, ഈ 10 ക്യൂബ് അപ്പം എന്താ വരിക? 10 ക്യൂബ് 10നെ 3 പ്രാവശ്യം അല്ലെങ്കിൽ 10നെ വേറെ 2 10 കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എത്ര 0 വരും? 3 0 വരും. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 1 പിന്നെ 3 0 എന്ന് പറഞ്ഞാൽ 0 ഉള്ള ടേമിനെ നിങ്ങൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 3 0 വരും. അതാണ് ഇവിടെ 3 0 വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 10 വരെ എല്ലാവർക്കും സ്ക്വയർ അറിയാം, 100 വരെ എല്ലാവർക്കും അറിയാം. ഇനി 11 സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ 4ൽ നിന്ന് 5 നമ്മൾ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? 4ൽ നിന്ന് 5 എങ്ങനെ ചെയ്തേ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് ചെയ്തത്. അതേപോലെ എന്ത് ചെയ്തു? 10 എന്ന് പറയുമ്പോൾ ഇവിടെ 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരൊറ്റ റോയും കോളവും നമ്മൾ ആഡ് ചെയ്തു. അതാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടോ? ഒന്നുകൂടി ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇവിടെ 10 ആണ്, ഇവിടെയും 10 ആണ് വരുന്നത്. ഈ 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 ആണ്. ഇനി ഇവിടെ 10, ഇവിടെ 1, ഇവിടെ 1, ഇതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ള 10 ഇൻറ്റു ഈ 1 ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 10 ആണ് വരിക. അതേപോലെ ഈ 1 ഇൻറ്റു ഈ 10 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 10 ആണ് വരിക. ലാസ്റ്റ് ഈ ഒരു ചെറിയ പോർഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്തെന്ന് പറയാൻ പറ്റും? ഏരിയ ഓഫ് ദി ഷേപ്പ് എന്ന് പറയാൻ പറ്റും. ഈ ഷേപ്പിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ 10 വീതിയും അതേപോലെ 1 ഹൈറ്റും ഉണ്ടെങ്കിൽ 10 ഇൻറ്റു 1 10, അതാണ് ഇവിടെ എഴുതിയത്. അതേപോലെ ഇവിടെയും 10. ഇനി ഇവിടെ 1 ഇൻറ്റു 1 ചെറിയ ഏരിയ, അതെന്താ വരിക? 1 ആണ് വരിക. അപ്പൊ അതാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്? നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, 10 ഇൻറ്റു 10 100, 10 ഇൻറ്റു 1 10, അതേപോലെ തന്നെ 1 ഇൻറ്റു 10 10, 1 ഇൻറ്റു 1 1. ഇത് നമ്മൾ എന്ത് ചെയ്യാം? നേരെ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ 100 + 10 110, ഇവിടെ 10 + 1 11. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 11ന്റെ സ്ക്വയർ നമ്പർ കിട്ടും. എന്താ കാരണം? നമ്മൾ സത്യത്തിൽ ഈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇങ്ങനെയുള്ള ഡോട്ട് ഉണ്ട് എന്നാണ് സത്യത്തിൽ നമ്മൾ കണക്കാക്കിയത് നേരത്തെയും. അതേപോലെ ഇനിയും നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ സേ ഇത് രണ്ടും ആഡ് ചെയ്താൽ 100ഉം 11ഉം 110ഉം 11 ആഡ് ചെയ്താൽ 121 ആണ് വരിക. സോ ദിസ് ഈസ് ദ സ്ക്വയർ നമ്പർ ഓഫ് 11. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ 11 അല്ല 12 ആണ്. നമ്മൾ എന്താ ചെയ്യുക? 12 ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു 10 അറിയാമെന്ന് വിചാരിക്കാം. 10 അറിയാമെന്ന് വിചാരിക്കാം. 10 ഇൻറ്റു 10. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 2 എണ്ണം ആഡ് ചെയ്യണം. 2 എണ്ണം നീളത്തിലും വീതിയിലും. അപ്പം എന്താ വരിക എന്നറിയോ? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 2 എണ്ണം ആഡ് ചെയ്യുക. ഇവിടെയും 2 ആഡ് ചെയ്യുക. നിങ്ങൾ നോക്കിയതാ, ഇതാണ് സംഭവം വേണ്ടി വരും. ഇത് 2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 10 എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് 2 കേട്ടോ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു മാറ്റവും. ഇത് 10 വരിക. കാരണം എന്താ? ഇത് മൊത്തത്തിൽ 10 ആണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സോ ഇങ്ങനെയാ വരിക. അപ്പൊ എന്താ വരിക? ഇവിടെ 2, ഇവിടെ എന്താ പറയുക? വീതി 2. അപ്പോൾ
10×2 നേരത്തെ നമ്മൾ നോക്കിയേ 1×10 റെക്ടാങ്കുലർ പീസിന്റെ ഏരിയ പോലെ നമ്മൾ ഇവിടെ 10 എഴുതിയില്ലേ, 10×10 100 എഴുതിയില്ലേ, 1×1 1 എഴുതിയില്ലേ, അതേപോലെ 2×10 20 വരിക. ഇവിടെ 10×2 20 വരിക. ഇവിടെ 2 എന്താ വരിക, 4 വരിക. ഇത് നേരെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, ഇവിടെ 100, ഇവിടെ 20, ഇവിടെ 20, ഇവിടെ 4 എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആഡ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ 100 + 20 + 20, 20 + 20 + 4 അത് ആഡ് ചെയ്ത് എന്താ വരിക, 100 + 20 + 20 40, 44, 144 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെ ഏത് നമ്പർ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഈ 10നോട് ജസ്റ്റ് ആ ഒരു നമ്പർ ആഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും ഇക്വേഷനും ഒക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഇപ്പോൾ 10ന്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, ഇവിടെ ഹൊറിസോണ്ടലി 100 + 10 110, 10 + 1 11 ആ രീതിയിൽ ആഡ് ചെയ്ത്. ഇനി നമ്മൾ അത് ചെറുങ്ങനെ മാറ്റുകയാണ്. എങ്ങനെ മാറ്റണമെന്ന് അറിയോ, ഇവിടെ 100 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 10 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 10, ഇവിടെ 1. ഇതാണല്ലോ നമുക്ക് കിട്ടിയത്. 10×10, 10×1, 1×10, 1×1 ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, രണ്ട് നമ്പർ സെയിമാണ്, രണ്ട് നമ്പർ ഇവിടെ 10 അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ആഡ് ചെയ്യുക. എന്നിട്ടോ ഈ ഒരു 100ഉം 1ഉം ആഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രത്യേക റിലേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ഒരു പാറ്റേണിലേക്ക് നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 + 10 + 10 ആ 10 രണ്ടെണ്ണം വരും. പിന്നെ അത് കഴിഞ്ഞ് 1, ഇതാണ് എന്ത് 121. അപ്പോൾ ഇനി നമ്മൾ 12 ആണെങ്കിൽ നമ്മളിതാ കഴിഞ്ഞ പേജിൽ ചെയ്തതേ ഉള്ളൂ അല്ലേ. 12 ആണെങ്കിൽ ഇവിടെ 2 നമ്മൾ എക്സ്ട്രാ എടുത്തു അല്ലേ. വീതി എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 2 10 20 അല്ലേ. ഇവിടെയും 20. പിന്നെ ഇവിടെ 2 2 4 ഇതാണ് ചെയ്തത്. നമ്മളിത് അവിടെ ചെയ്തതേ ഉള്ളൂ. 2 ബേസിക്കലി ഇതാ നിങ്ങൾ കണ്ടില്ലേ, 4 അവിടെ നേരത്തെ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇവിടെ 12ൻ്റെതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് നേരത്തെ 144 എന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 13 എന്താ ചെയ്യുക? 13 ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10×10 ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നേരെ 3ൻ്റെ കേസ് എടുക്കുക, 3ൻ്റെ കേസ്. അപ്പം എന്താ വരിക, 10×10 100 വരിക. പിന്നെ ഇവിടെ 10 വീതി ഹൈറ്റ് 3 എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 30 വരിക. ഇവിടെയും 30 വരിക. ഇവിടെ 3×3 9 വരിക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 30 ഒരുമിച്ച് ആഡ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, കറക്റ്റ് അല്ല ഇവിടെ ചെയ്തതെന്ന്. 30 + 30 പിന്നെയോ 100. പിന്നെ അത് കഴിഞ്ഞ് 3×3 9, 169 വരെ. യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 14 വേണോ, നമുക്ക് ചെയ്ത് നോക്കാം. 14 വേണമെങ്കിൽ 14×14 എങ്ങനെയാ ചെയ്യുക? 14×14 ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം 10×10 10² 100 വരും. പ്ലസ് 14 ആകുമ്പോൾ 4 10 ചെയ്യും. ഇവിടെ 3 10 ചെയ്തു, ഇവിടെ 2 10 ചെയ്തു, നേരത്തെ 1 10 ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 40 + 40. അത് കഴിഞ്ഞ് 4 4 16. നേരത്തെ 3 3 ആയിരുന്നു, പിന്നെ 2 2 ആയിരുന്നു, അതിൻ്റെ മുമ്പ് 1 1 ആയിരുന്നു അല്ലേ. സോ ഇത് 16 വരെ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 180 16 196 വരിക. ഇങ്ങനെ ഏത് നമ്പർ ചോദിച്ചാലും ഒരു പ്രശ്നമില്ല, അത് ചെയ്യാൻ പറ്റും. 15 100 + 5×10 50 + 50 എന്ന് പറഞ്ഞാൽ 200 ആയിട്ടുണ്ട്. ലാസ്റ്റ് 5×5 25 225. ഒരു പ്രശ്നവുമില്ല, അത് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ഇവിടെ നമുക്ക് ഈ എഴുതിയ പാറ്റേണിന് നമുക്കൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേണിലേക്ക് മാറ്റാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ 15 പറഞ്ഞില്ല, നമുക്ക് ഇതേ പാറ്റേണിൽ എഴുതി നോക്കുകയും ചെയ്യാം. എന്താണെന്നറിയോ, ആദ്യം 100 എന്ന് പറഞ്ഞാൽ 10². ഇനി അത് കഴിഞ്ഞ് 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, 5 10 50 എഴുതണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, 5² ആണ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 15നെ നമ്മൾ 10 + 5 2 എന്നാണ് എഴുതുന്നത് അല്ലെ. 10 5 അല്ലെ 15. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 10² ഇവിടെ എഴുതിയിട്ടുണ്ട്, 5² ഇവിടെ എഴുതിയിട്ടുണ്ട്. നടുവിലുള്ളത് എന്താ, 2 × 5 × 10 2 × 5 × 10 അതാണ് എന്ത്,
ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് എന്താ വരിക? 100 പ്ലസ് 100, 250 100, 200, 225 എന്നാണ് വരിക. 225 എന്നാണ് വരിക. ഇനി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ എടുത്ത് നോക്കിയാലോ? ഇവിടെ നമുക്കൊരു 18 എടുക്കാം. നിങ്ങൾ നോക്കിയേ, 18 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18 സ്ക്വയർ. ഏറ്റവും ആദ്യം 10 സ്ക്വയർ എന്താ വരിക? 10 സ്ക്വയർ 100 വരിക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 ഇൻറ്റു 10 ഇൻറ്റു 8, 2 ഇൻറ്റു 80, 2 ഇൻറ്റു 80. അത് കഴിഞ്ഞ് 8 സ്ക്വയർ, എന്താ 8 സ്ക്വയർ? 64. ഇതാണ് വരിക. സോ ഇത് നമുക്ക് ഫുള്ളായിട്ട് കണ്ടുപിടിച്ചാലോ? നോക്കിയേ, ഇവിടെ ഏറ്റവും ആദ്യം 100 വരും, പ്ലസ് 280, 2 16, 160 വരും. 8 സ്ക്വയർ 64. ഇത് നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 6 6 12, 1 1 2 1 3, 324 എന്നാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്ത് പറയാനുള്ളത്. സോ ഇതേപോലെ നിങ്ങൾക്ക് 19 ചെയ്യാം, 15, 14 ഏത് വേണമെങ്കിലും ചെയ്യാം, ഏത് നമ്പർ വേണമെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ 18 വരെയൊക്കെ അല്ലേ ചെയ്തേ? 18 വരെ. 19 വേണേൽ നമുക്ക് ചെയ്യാം. 19 ഇങ്ങനെ ചെയ്താൽ 100 9 9 81, അപ്പോൾ 181 പിന്നെ 2 ഇൻറ്റു 9 ഇൻറ്റു 10 എന്താ വരിക? 2 ഇൻറ്റു 9 ഇൻറ്റു 10, 2 ഇൻറ്റു 90, 180. മൈൻഡ് കാണാം, അത്ര എളുപ്പമാണ്. അപ്പം നമ്മളെന്താ പറഞ്ഞേ? 100 81, അതേപോലെ 180, 361 വരിക. കണ്ടോ? ജസ്റ്റ് മൈൻഡ് കാണാൻ പറ്റും. 19 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 361 വരിക. അപ്പം 19 ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി 14 വേണോ? ഒരു പണിയില്ല, 14 നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ? ഓക്കെ. സോ ഏത് നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. മാത്രമല്ല നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 20 സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. എന്താ 20 സ്ക്വയർ? 400. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 20യേക്കാളും വലിയ നമ്പർ, ഉദാഹരണത്തിന് 21, 22 ഇതേപോലെയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? 20ൻ്റെ മുകളിലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയ 21 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 സ്ക്വയർ നമുക്ക് കാണണം. എന്താ ചെയ്യാന്നറിയോ? ഇവിടെ 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഇവിടെ ഏറ്റവും ആദ്യം ഇതേ പാറ്റേൺ, ഇതെന്താണോ ചെയ്ത അതേ പാറ്റേൺ, ആദ്യം 10 സ്ക്വയർ, ഇവിടെ എന്താ വരിക? 20 സ്ക്വയർ. പിന്നെ ഇവിടെ ഉള്ളത് 2 ഇൻറ്റു 10 ഇൻറ്റു 8, ഇവിടെ എന്താ വരിക? 2 ഇൻറ്റു 20 ഇൻറ്റു 1 പ്ലസ് ലാസ്റ്റ് 8 സ്ക്വയർ, ഇവിടെയോ 1 സ്ക്വയർ. കണ്ടോ? ഇതാണ് വരിക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 400 പ്ലസ്, അങ്ങനെ 400 പെട്ടെന്ന് കിട്ടിയേ. 2 2 4, പിന്നെ 0 ഉള്ള ടേമിൻ്റെ സ്ക്വയർ 2 0 ഉണ്ടാവും. സോ അത് 400 വരും. പിന്നെ 2 20 40, പിന്നെ 1. സോ എന്താ ആൻസർ വരിക? 441 വരിക. എളുപ്പല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 21 പോലെ തന്നെ 22 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. പക്ഷെ നമുക്ക് കുറച്ച് പെട്ടെന്ന് കുറച്ച് വലിയ നമ്പറിലേക്ക് പോകാം. എന്താണ്? ഒരു 25ലേക്ക് പോകാം. 25 സ്ക്വയർ നിങ്ങൾ നോക്കിയേ, 20 പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ത്? 20 സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് അത് നേരെ എടുത്തങ്ങ് എഴുതിയാൽ മതിയല്ലോ അല്ലേ? സോ ഇവിടെ 400 വരും. 20 സ്ക്വയർ ആണ്. പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 5 വരും. പ്ലസ് ഇവിടെ 5 സ്ക്വയർ 25, ഇതാണ് വരിക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 400 പ്ലസ് 100 അല്ലേ? 200 വരും അല്ലേ? 100 25 100 ആണല്ലോ അല്ലേ? 200 വരും, 25 വരും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 625. 625 വരെ. മലയാള മീഡിയക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ജസ്റ്റ് ഈ നമ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ ടേമിൻ്റെ സ്ക്വയർ ചെയ്യുക, പിന്നെ 2 ഇൻറ്റു ഈ 2 ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഈ ടേമിൻ്റെ സ്ക്വയർ ചെയ്യുക. നേരെ ആഡ് ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ 25 നമ്മൾ ചെയ്തു. ഇനി 26 27 28 29 30 വരെ നമുക്ക് ആക്ച്വലി 29 വരെ എന്ത് ചെയ്തേ പാറ്റേൺ ചെയ്യുക. എന്താണ് ഈ പാറ്റേണിൻ്റെ പ്രത്യേകത? ആദ്യത്തെ നമ്പർ നേരത്തെ നമ്മൾ 10 സ്ക്വയർ ചെയ്തതിന് പകരം 20 സ്ക്വയർ, ഇവിടെയും 20 സ്ക്വയർ, ആ ഒരു പാറ്റേൺ വരുന്നേ ഉള്ളൂ. ഇനി 30ൻ്റെ മുകളാണെങ്കിലോ ആ 20 സ്ക്വയറിന് പകരം 30 സ്ക്വയർ ആണ് ഉണ്ടാവുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ 36ൻ്റെ സ്ക്വയർ ആണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? 36ൻ്റെ എങ്ങനെയാണ് 36ൻ്റെ സ്ക്വയർ ചെയ്യുക? ഏറ്റവും ആദ്യം
30യുടെ സ്ക്വയർ. പിന്നെയോ 2 ഇൻറ്റു 30 ഇൻറ്റു 6. അതെങ്ങനെ കിട്ടിയത്? 2 ഇൻറ്റു 30 ഇൻറ്റു 6 അതെങ്ങനെ കിട്ടിയത്? ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ 10ൻ്റെ കേസും 11, 12 ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതായത് 10 കഴിഞ്ഞ് 11ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. 11 എന്ന് പറയുമ്പോൾ 10 നീളവും വീതിയും 10, താഴെ 1, ഇവിടെയും 1, ഒരു ഗ്യാപ്പ് ഇല്ലേ? അതേപോലെ ഇവിടെ 30 ഇൻറ്റു 30 900 ആദ്യത്തെ ബ്ലോക്ക്. 30ൻ്റെ മോളല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 36 ചോദിച്ചത്, 6 താഴോട്ട് എടുക്കണം അല്ലെ? ഇവിടെ നമ്മൾ എന്താ വീതി എടുക്കേണ്ടത്? 30 എടുക്കേണ്ടത്. അപ്പൊ 6 30 എത്ര? 3 6 18 180 വരും. അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? 30 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മാത്രല്ല ഇവിടുത്തെ എന്താ 6, 30 എത്രയാ? 180, 3 6 18. ലാസ്റ്റ് ഈ ഒരു വിഡ്ത്ത് 6 ഈ ഒരു ലെങ്ത്തും 6. സോ 6 ഇവിടെ 36 വരും. അത് തന്നെയല്ലേ നമ്മളിവിടെ ചെയ്യണേ? നിങ്ങൾ നോക്കിയേ, 2 ഇൻറ്റു 30 ഇൻറ്റു 6 തന്നെയല്ലേ? 180 പ്ലസ് 180 360 അതല്ലേ വരിക? ഇത് മാത്രമേ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നേരെ സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? സോ ഇവിടെ 900 പ്ലസ് 36 പ്ലസ് 360 ആണ് വരിക. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1296. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതാലോ? നമ്മളിപ്പോൾ എന്താ പറയുക, 30 അല്ലേ ചെയ്തത്? എത്ര വലിയ നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്താൽ മതി. ഏത് വലിയ നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം മേ ബി 101 സ്ക്വയറോ എന്ത് നമ്പർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്താൽ മതി. സോ ജസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 42 സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാ നമ്പറും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി അപ്പോൾ 42 ഒക്കെ ചെയ്യണത്. സോ 42 സ്ക്വയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചിത്രം വരയ്ക്കണം. അതും വേണേൽ കുഴപ്പമില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? നമ്മളിവിടെ 40 ഇൻറ്റു 40 നേരെ ചെയ്യണം. ഇതാ 40 ഇൻറ്റു 40, 4 എത്രയാണ്? 16, 1400. പിന്നെ ഇവിടെ 4 ഇൻറ്റു എന്ത് ചെയ്യണം? ആക്ച്വലി എന്താ പറയുക, ഇവിടെ 40 വരുമല്ലോ അല്ലേ? സോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ലെങ്ത് 40 ആയിട്ട് എടുക്കുക. അതേപോലെ ഇവിടെയും 40 ആയിട്ട് എടുക്കുക. ഇവിടെ നമ്മൾ 2 ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെയും നമ്മൾ 2 ആയിട്ട് എടുക്കുക. ഇതിൽ നമുക്ക് ഫുൾ ആൻസർ കിട്ടും. നിങ്ങൾ നോക്കി, ഇവിടെ 2 ഇൻറ്റു 40, 2 ഇൻറ്റു 40 ഏതുപോലെ? 6 ഇൻറ്റു 30 180 പോലെ. സോ 2 40 80 വരിക. ഇവിടെ 2 ഇൻറ്റു 40 എവിടെ വരിക അല്ലെ? 40 ഇൻറ്റു 2 വരിക. സോ ഇത് 80 വരിക. ഇനി അത് കഴിഞ്ഞ് 2 ഇൻറ്റു 2 4 വരിക. സോ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ കൂട്ടുക. 80 80 160. സോ 1600 പ്ലസ് 160 പ്ലസ് 4. സോ നോക്കിയേ, 4 വരും, 6 വരും, 7 വരും, 1764 ആണ് വരിക. ഒരു പ്രശ്നമില്ലല്ലോ. സോ ജസ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. സോ പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x+y ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ വന്നാൽ ആദ്യത്തെ ടേം സ്ക്വയർ, പിന്നെയോ 2 ഇൻറ്റു ആദ്യത്തെ ടേം ഇൻറ്റു രണ്ടാമത്തെ ടേം, അത് കഴിഞ്ഞ് ലാസ്റ്റ് ടേം സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഏത് നമ്പർ വന്നാലും ഇതാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് നിങ്ങൾക്ക് പ്രൂഫ് അടക്കം കിട്ടാനാണ് നമ്മൾ ഈ ഫിഗർ ഒക്കെ വരച്ചത്. സോ ഇത്ര മാത്രമേ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.